ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് മീൻ മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വയ്ക്കാനും വറക്കാനൊന്നും തികയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും ഉലത്തിയെടുക്കാമെന്ന്. അതാകുമ്പോൾ എല്ലാവർക്കും ഒരു അരികത്ത് ഇച്ചിട്ട് കൊടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മീൻ മുട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മീൻ മുട്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി അരിഞ്ഞതും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളിനെയും ഇഞ്ചിനെയൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചതച്ച മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കാം. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം എരിവിലാണ് ഇട്ടിട്ടുള്ളത്. അതാണ് കാശ്മീരി ചില്ലിയും ചതച്ച മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കാശ്മീരി ചില്ലിയുടെ കളറൊക്കെ വരുമ്പോൾ കറിക്കൊരു ഇച്ചിരി കളറും കിട്ടും. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി കൊട്ടയിൽ വാരി വെച്ചിട്ടുള്ള മീൻ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടയൊക്കെ ഉടച്ച് ഇതേപോലെ ഒന്ന് കുത്തി ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുട്ടയൊക്കെ ഏകദേശം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീൻ മുട്ടയുടെ വെള്ളമൊക്കെ പറ്റി വെന്ത് നെയ്യൊക്കെ തിരികെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് വഴറ്റാം. ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം ഒന്ന് മൂടി വെക്കണം. ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമേ നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ടാണ് വീണ്ടും ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പോൾ മുരിച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു ഉലർന്ന പോലെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ വയറിനൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഈ ഒരു പരുവത്തിൽ നിർത്തുന്നത്. അപ്പോൾ മീൻ മുട്ട ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.